RJ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് US സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ എറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. US പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട 3-4 ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗം തന്നെയാണിത്. ഇതിനെ ആദ്യ ഭാഗമായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ നയിച്ച നേതാക്കന്മാരെയും അനാചാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ടിരുന്നു. ഇന്ന് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അവയുടെ നായകന്മാരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയൊരു അവബോധം സൃഷ്ടിച്ചു. ദേശീയത എന്നുള്ള അവബോധമായിരുന്നു. ആ ദേശീയതയിൽ അധിഷ്ഠിതമായി ഇന്ത്യയിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഓരോ ചോദ്യങ്ങളും കുട്ടികൾ കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതിയെടുക്കേണ്ടതാണ്. ആദ്യം മുതൽ അവസാനം വരെ 25ഓളം ക്വസ്റ്റ്യൻസുകളുണ്ട്, 29 ചോദ്യങ്ങളുണ്ട്. ഈ 29 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ടഡ് ഓൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതെന്ന് 20th ഡിസംബർ 1885, ഡിസംബർ 28, 1885 തേജ്പാൽ സംസ്കൃത് കോളേജ്, ബോംബെ. അതായത് തേജ്പാൽ സംസ്കൃത കോളേജ് മുംബൈയിൽ ചേർന്ന മീറ്റിങ്ങിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. അത് ഡിസംബർ 28, 1885, ഡിസംബർ 28. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? എഒ ഹ്യൂം എന്ന് പറഞ്ഞ ഒരു വിദേശിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എഒ ഹ്യൂം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഹു സജസ്റ്റഡ് ദി നെയിം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി? ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. മഹാത്മാഗാന്ധി, ദാദാഭായ് നവറോജി, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ ടാഗോർ. ദാദാഭായ് നവറോജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ കോൺഗ്രസ് എന്ന പേര് സമ്മാനിച്ചത്. ഹു സജസ്റ്റഡ് ദി നെയിം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജി ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. ഇവിടെ നോക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എഒ ഹ്യൂം ആണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്നുള്ളത് WC ബാനർജി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് WC ബാനർജിയാണ്. എന്നാൽ സ്ഥാപിച്ചത് എഒ ഹ്യൂം ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ അത് എഒ ഹ്യൂം ആണ്. സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും അത് എഒ ഹ്യൂം ആണ്. അത് ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യ സെക്രട്ടറി എഒ ഹ്യൂം. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഒ ഹ്യൂം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന. ഫസ്റ്റ് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് പ്രസൈഡഡ് ബൈ WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യ സമ്മേളനത്തെ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി ആയിരുന്നു. 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ 72 ഡെലിഗേറ്റ്സ്, 72 പ്രതിനിധികൾ പങ്കെടുത്തു. എഒ ഹ്യൂം ഓർഗനൈസ്ഡ് ദി ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ, ആദ്യ സമ്മേളനം വിളിച്ചുകൂട്ടിയത് എഒ ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ WC ബാനർജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് WC ബാനർജിയാണ്. നോക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യ സമ്മേളനത്തെ അധ്യക്ഷത വഹിച്ചത് WC ബാനർജിയാണ്. ഫസ്റ്റ് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് പ്രസിഡഡ് ബൈ WC ബാനർജി. ശരിയല്ലേ? അതെ. നമ്മളിപ്പോൾ നോക്കിയത് ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ 72 ഡെലിഗേറ്റ്സ്. അതെ, ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ 72 പ്രതികൾ പങ്കെടുത്ത സമ്മേളനത്തെ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. മൂന്നാമത് നോക്കുക. എഒ ഹ്യൂം ഓർഗനൈസ്ഡ് ദി ഫസ്റ്റ് കോൺഗ്രസ് സെഷൻ, ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എഒ ഹ്യൂം ആയിരുന്നു. അത് ശരിയാണ്. ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എഒ ഹ്യൂം ആണ്. ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആണെങ്കിലും. അടുത്ത നോക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ WC ബാനർജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് WC ബാനർജി ആയിരുന്നു. അത് ശരിയാണോ? അല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? അപ്പോൾ അതിൽ തെറ്റായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ WC ബാനർജി എന്നുള്ളതാണ് തെറ്റ്. അവിടെ ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എഒ ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? എഒ ഹ്യൂം. അത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Question number 7. We desire that the administration of India should be further modernized and be made a part of it. This is from the first meeting of Indian National Congress who delivered this speech. ഇന്ത്യയിലെ ഭരണ സംവിധാനം
കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകളാണിവ. ആരുടെ വാക്കുകൾ? അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യ യോഗത്തിൽ പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കണ്ടെത്തിയാണ് ചെയ്യേണ്ടത്. ഇവിടെ WC ബാനർജിയാണോ, ഹ്യൂമാണോ, രവീന്ദ്രനാഥ് ടാഗോറാണോ, മുഹമ്മദ് ഇക്ബാലാണോ? നമുക്കറിയാം ഇത് ആരാണ്. WC ബാനർജിയുടെ വാക്കുകളാണ് ഇത്. വി ഡിസൈർ ദാറ്റ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി ഫർദർ മോഡേണൈസ്ഡ് ആൻഡ് മെയ്ഡ് പാർട്ട് ഓഫ് ഇറ്റ്. അത് WC ബാനർജിയുടെ വാക്കുകളാണിത്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൂ പുട്ട് ഫോർവേഡ് ദി ഡ്രെയിൻ തിയറി? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ കുറിച്ച് ധാരാളം സവിശേഷതകളുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇവിടെ ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച് ഡ്രെയിൻ തിയറി അത് ദാദാഭായ് നവറോജിയുടെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. The writers instrumental in the development of nationalism is given below. Find out the odd one. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരുടെ വിവരങ്ങളാണ് താഴെ കൊടുത്തത്. ഒറ്റപ്പെട്ടവ കണ്ടെത്താൻ ഇവിടെ 6 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ 6 ഓപ്ഷൻ നൽകിയെന്നേ ഉള്ളൂ. 4 ഓപ്ഷന് സർവ്വസാധാരണ തരാറുള്ളൂ. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ, അവിടെ ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം, ഇൻസ്ട്രുമെന്റ് ദി ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം, അതാണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരുടെ ലിസ്റ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ, സെക്കൻഡ് ഓപ്ഷൻ മുഹമ്മദ് ഇക്ബാൽ, തേർഡ് ഓപ്ഷൻ ലക്ഷ്മിനാഥ് ബെസ്ബറുവ, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ അൽതാഫ് ഹുസൈൻ, ആൻഡ് ഫിഫ്ത്ത് ഓപ്ഷൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആൻഡ് സിക്സ്ത് ഓപ്ഷൻ സത്യജിത് റോയ്. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റേഴ്സ്, ഏത് റൈറ്ററാണ് ഇതിൽ ദേശീയതയുടെ വളർച്ചയെ സഹായിക്കാത്തതെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ദേശീയത വളർച്ചയെ സഹായിച്ച സാഹിത്യകാരുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്ന മുഴുവൻ അതിൽ ഒരാൾ ദേശീയതയുടെ വളർച്ചയെ സഹായിക്കാത്ത സാഹിത്യകാരനാണ്. അത് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തണം. നമുക്കറിയാം, നമുക്ക് ആദ്യത്തെ 5 എണ്ണവും ദേശീയതയുടെ വളർച്ചയെ സഹായിച്ചതാണ്. 5 പേരുടെ പേര് നോക്കാം. അതിൽ ഇല്ലാത്തത് സത്യജിത് റോയിയാണ്. അതില്ലാത്തത് നോക്കുക. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരുടെ പേരുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇവരുടെ പേരുകൾ വെച്ച് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ഹു റോട്ട് ദ ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ പ്രശസ്തമായ പുസ്തകമാണ്? നമുക്കറിയാം, നമ്മൾ ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം ആരുടെ പ്രശസ്തമായ തിയറിയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ദാദാഭായ് നവറോജിയുടെ ആണ്. അദ്ദേഹത്തിൻ്റെ ചോർച്ച സിദ്ധാന്തം ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണ് എന്ന ചോദ്യം നമ്മുടെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്നാലും സാധ്യതയുണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചാണ് ഈ ചോർച്ച സിദ്ധാന്തം. അതിൽ ഇന്ത്യക്കാരുടെ സമ്പത്ത് പ്രധാനമായി ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള കൃത്യമായ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ് ആ പുസ്തകത്തിലുള്ളത്. ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. ഇന്ത്യക്കാരുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടുപോകുന്നു. അതിന് അദ്ദേഹം 4-5 രീതികൾ പറയുന്നുണ്ട് എങ്ങനെയാണ് സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നത്. അത് ഈ പുസ്തകത്തിലാണ് എഴുതി. ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡ്രെയിൻ തിയറി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ പ്രശസ്തമായ പുസ്തകം? യാതൊരു സംശയമില്ല. 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അത് ദാദാഭായ് നവറോജിയുടെ ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ല, ബാലഗംഗാധര തിലകിൻ്റെ അല്ല, ഗോപാലകൃഷ്ണ ഗോഖലെ. അതാരുടേതാണ്? ദാദാഭായ് നവറോജി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഡ്രെയിൻ തിയറി പഠിക്കണം. അതേപോലെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയും പഠിക്കണം. അടുത്ത, ഹു ഈസ് നോൺ ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ? അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് അത് മഹാത്മാഗാന്ധിയാണോ, രവീന്ദ്രനാഥ് ടാഗോറാണോ, ജവഹർലാൽ നെഹ്റു ആണോ, ദാദാഭായ് നവറോജിയാണോ? ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് മലയാളി ടു അറ്റൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി, ഒരേ ഒരു മലയാളിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1885 ഡിസംബർ 28 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ്. 72 പ്രതിനിധികൾ പങ്കെടുത്ത ഈ യോഗത്തിലെ ഒരു മലയാളി അത് GP പിള്ളയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക, GP പിള്ളൈ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി GP പിള്ളൈ. അടുത്ത, ദ ലീഡേഴ്സ് ഓഫ് കോൺഗ്രസ് ഡ്യൂറിങ് ഇറ്റ്സ് ഇനീഷ്യൽ ഇയേഴ്സ് വെർ കോൾഡ്. കോൺഗ്രസിലെ ആദ്യകാല നേതാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. കോൺഗ്രസിലെ ആദ്യകാല നേതാക്കന്മാർ നമുക്കറിയാം. ആദ്യകാലത്തെ നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം, അത് കൃത്യമായി പഠിക്കേണ്ടതാണ്. ഇവിടെ ആദ്യകാല നേതാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് മോഡറേറ്റ്സ് എന്നാണ്, മിതവാദികൾ എന്നാണ്. ആദ്യകാല നേതാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്
എന്താണ്? മിതവാദികൾ. ദ ലീഡേഴ്സ് ഓഫ് കോൺഗ്രസ് ഡ്യൂറിംഗ് ഇറ്റ്സ് ഇനീഷ്യൽ ഇയേഴ്സ് വെർ കോൾഡ് മോഡറേറ്റ്സ്. ഇനി ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ്സ്, മിതവാദി നേതാക്കന്മാർ ആരൊക്കെയാണ്? മിതവാദി നേതാക്കന്മാർ ഈ 4 പേര് കൃത്യമായി പഠിച്ചിരിക്കണം. ഫൈൻഡ് ദ ഓഡ് വൺ ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ഒറ്റപ്പെട്ടവ കണ്ടെത്താനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും USS പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. അപ്പോൾ ഈ 4 പേരുടെയും പേര് മോഡറേറ്റ്സ്, മിതവാദി നേതാക്കന്മാരാണ്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. The 1885 to 1905 nationalists are known as. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെ ദേശീയത അറിയപ്പെട്ടിരുന്ന എന്ത് പേരിലാണ്? 1885 മുതൽ 1905 വരെ ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 85 അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയത്തിന് ശേഷം ഉള്ള സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ബംഗാൾ വിഭജനം വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് മിതവാദികളുടെ കാലഘട്ടം എന്നാണ്. മിതവാദികൾ, മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റ്, റവല്യൂഷണറീസ്, ഗാന്ധിയൻസ് യുടെ ഈ 4 ഓപ്ഷൻ ഉണ്ടെങ്കിലും അതേതാണ്? മിതവാദികൾ, മോഡറേറ്റ്സ്. മിതവാദികളുടെ കാലഘട്ടമാണ് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വെൻ ബംഗാൾ വാസ് പാർട്ടീഷൻഡ്, ബംഗാൾ വിഭജിച്ചതെന്ന്. ബംഗാൾ വിഭജിച്ചതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരാണ് വിഭജിച്ചതെന്ന് ചോദിക്കുക, ആ കാലഘട്ടത്തിലെ വൈസ്രോയുടെ പേര് ചോദിക്കുക. 1905 1905 ബംഗാൾ വിഭജിച്ചത് 1905 അത് ശ്രദ്ധിക്കുക. കൃത്യമായി വർഷത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഈ പാഠത്തിൽ ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്ത് നോക്കുക. ഹു വാസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ അറ്റ് ദി ടൈം ഓഫ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹു വാസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ അറ്റ് ദി ടൈം ഓഫ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അത് ബംഗാൾ വിഭജന സമയത്തെ വൈസ്രോയി, അല്ലെങ്കിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി എന്നൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ലോർഡ് കഴ്സൺ ആണ്, കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. അതായത് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ദി കോൺസിക്വൻസ് ഓഫ് ദി ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ബംഗാളിനെ വിഭജിച്ചത്? എന്ത് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാളിനെ വിഭജിച്ചത്? ഭിന്നിപ്പിച്ച് വരിക. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ ഈ ചോദ്യവും ഉത്തരവും മാത്രം എഴുതി വെക്കാതെ ഈ കാര്യം കൂടെ എഴുതണം. ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ദി കോൺസിക്വൻസ് ഓഫ് ബ്രിട്ടീഷ് പോളിസി. എന്ത് ബ്രിട്ടീഷ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ബംഗാളിനെ വിഭജിച്ചത്? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് വരിക്കുക. ഭിന്നിപ്പിച്ച് വരിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഏത്? ബംഗാൾ വിഭജനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇൻ 1905 ബംഗാൾ വാസ് ഡിവൈഡഡ് ഇൻടു വെസ്റ്റ് ബംഗാൾ ആൻഡ് ഈസ്റ്റ് ബംഗാൾ. വാട്ട് ഈസ് ദി പ്രസന്റ് നെയിം ഓഫ് ഈസ്റ്റ് ബംഗാൾ? 1905 ബംഗാളിനെ പശ്ചിമ ബംഗാൾ എന്നും പൂർവ്വ ബംഗാൾ എന്ന് പറഞ്ഞാൽ കിഴക്കൻ ബംഗാൾ എന്നും രണ്ടായി വെച്ചു. പൂർവ്വ ബംഗാളിൻ്റെ അല്ലെങ്കിൽ കിഴക്കൻ ബംഗാളിൻ്റെ ഇന്നത്തെ പേരെന്താണെന്ന് അറിയാമോ? പൂർവ്വ ബംഗാളിൻ്റെ ഇന്നത്തെ പേര് ബംഗ്ലാദേശ്, മ്യാൻമാർ, ചൈന, നേപ്പാൾ. എന്താണ് ബംഗ്ലാദേശ്? നമ്മൾ 1972 നമ്മുടെ സഹായത്തോടു കൂടിയാണ് പിന്നീട് ഈ രാജ്യം രൂപീകൃതമാകുന്ന. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു യുദ്ധം നടന്നു. അതിനുശേഷമുള്ള ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാകുകയും അതിനു മുമ്പ് ബംഗാളിനെ വിഭജിച്ച് ബ്രിട്ടീഷുകാർ രണ്ടാക്കിയിരുന്നു. എന്താണ്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും. അതിൽ പൂർവ്വ ബംഗാളിൻ്റെ പേര്, കിഴക്കൻ ബംഗാളിൻ്റെ പേരാണ് ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നത്. കിഴക്കൻ ബംഗാൾ, ബംഗ്ലാദേശ് ശ്രദ്ധിക്കുക. അതായത് ഈസ്റ്റ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്? സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ച പ്രധാന കാരണം, നമ്മളെല്ലാം ബഹിഷ്കരിക്കാൻ തുടങ്ങി, വിദേശ വസ്തുക്കളെല്ലാം ബഹിഷ്കരിക്കാൻ തുടങ്ങി, സ്വദേശി സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരവധി ഇന്ത്യയിൽ വ്യവസായശാലകൾ തുടങ്ങി. ഇങ്ങനെയുള്ള കാരണത്തിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു? പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനമായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് വാസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്? സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനം നയിച്ച പ്രധാന കാരണം പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ഹു വാസ് ദ ഓഥർ ഓഫ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രശസ്തമായ കൃതി ആരുടെ? ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ആ ഒരു ചിത്രം നൽകിക്കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഹു വാസ് ദ ഓഥർ ഓഫ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രശസ്തമായ കൃതി ആരുടേത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രശസ്തമായ കൃതി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. ഹു സെഡ് ദാറ്റ് സ്വരാജ് ഈസ് മൈ ബർത്ത് റേറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയിരിക്കും എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. ഹു സെഡ് ദാറ്റ് സ്വരാജ് ഈസ് മൈ ബർത്ത് റേറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്? അത് ആരാണ് പറഞ്ഞത്? ബാലഗംഗാധര തിലകനാണ്. വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമാണ്
ഇത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20, ഹു ഇസ് നോൺ ആസ് ലോകമാന്യ. അദ്ദേഹത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് അതും ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്ന ആരാണ്? അത് ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹു വാസ് ദ എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ മറാത്ത ആൻഡ് കേസരി. ഹു വാസ് ദ എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ മറാത്ത ആൻഡ് കേസരി. മറാത്ത കേസരി തുടങ്ങിയ പത്രത്തിന്റെ പത്രാധിപരാരാണ്? ബാലഗംഗാധര തിലക്. മറാത്ത കേസരി തുടങ്ങിയ പത്രത്തിന്റെ പത്രാധിപർ ബാലഗംഗാധര തിലക്. അത് ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ രണ്ട് പത്രത്തിൻ്റെയും പത്രാധിപർ ബാലഗംഗാധര തിലകാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22, നെയിംസ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദി ഓഡ് വൺ. തീവ്രവാദി നേതാക്കളുടെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽപ്പെടാത്തത് ഇവിടെ നമ്മൾ നേരത്തെ മിതവാദി നേതാക്കന്മാരുടെ പേരുകൾ പഠിച്ചിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ അടക്കമുള്ള ആ 4 പഠിച്ചിരുന്നു. ബദ്രുദ്ദീൻ തിയാബ്ജി അടക്കമുള്ളവരുടെ. അതേപോലെ തന്നെ ഇവിടെ തീവ്രവാദി നേതാക്കളുടെ പേരുകൾ നിങ്ങൾ കൃത്യമായി കാണാണ്ട് പഠിക്കണം. ഇത്തരത്തിലുള്ള ചോദ്യം വരും. ഫൈൻഡ് ദി ഓഡ് വൺ വരും. അത് ശ്രദ്ധിക്കുക. ഇവിടെ 4 പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ആദ്യത്തെ 3 പേര് ലാൽ പാൽ ബാൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ലാൽ പാൽ ബാൽ. ലാല ലജപത് റായ്, ലാൽ, അതേപോലെ പാൽ, അതേപോലെ ബാൽ. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നവരാണ് ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധരൻ. ഇവർ 3 പേരും എന്താണ്? ഏത് കൂട്ടരാണ്? തീവ്രവാദ ഗ്രൂപ്പിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഏതാ? മിതവാദിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിൽ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നവർ ആരൊക്കെ എന്ന് ചിലപ്പോൾ ചോദിക്കാം. ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. അതിൽ ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദിയാണ്. അപ്പോൾ അതിൽ വേറിട്ടിരിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ലാൽ പാൽ ബാൽ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഈ 3 പേരാണ് തീവ്ര ദേശീയ നേതാക്കന്മാർ എന്നറിയപ്പെടുന്ന തീവ്രവാദ നേതാക്കൾ എന്നറിയപ്പെടുന്ന. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23, ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ. സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത് ആരല്ല? സർവേന്ത്യ മുസ്ലിം ലീഗ് ആക്ച്വലി ആ സംഘടന രൂപീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ നവാബ് സലിമുള്ള ഖാൻ ആയിരുന്നു. എങ്കിലും ഇവർ 2 പേരും കൂടിയായിട്ടാണ് പലപ്പോഴും ചരിത്ര പുസ്തകത്തിൽ കാണുന്നത്. ശരിയായ ഇത് നവാബ് സലിമുള്ള ഖാൻ. എന്നാൽ ഇവരുടെ 2 പേരുടെയും നമ്മുടെ പുസ്തകത്തിൽ ഇവർ 2 പേരുടെയും പേരുകളാണ് ആഖാ ഖാനും നവാബ് സലിമുള്ള ഖാനും. ധാക്കയിൽ 1906 രൂപീകരിച്ചതാണ് അഖിലേന്ത്യ അല്ലെങ്കിൽ സർവേന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. സർവേന്ത്യ മുസ്ലിം ലീഗ് സംഘടന രൂപീകരിച്ച ആരൊക്കെ? ആഖാ ഖാൻ ആൻഡ് നവാബ് സലിമുള്ള ഖാൻ. എവിടെ? ധാക്കയിൽ 1906. ആ വർഷത്തിന് പ്രാധാന്യമുണ്ട്. 1906. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24, ദ ഫസ്റ്റ് സ്പ്ലിറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യ പിളർപ്പ് ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2ആയിട്ട്, മിതവാദികളും തീവ്രവാദികളുമായിട്ട് 2ആയിട്ട് വിഭജിക്കുന്ന ഒരവസ്ഥ, ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നു. ഏത് കോൺഗ്രസ് വെച്ചാണ്? സൂററ്റ് സ്പ്ലിറ്റ്. 1907 സൂററ്റ് പിളർപ്പ് വളരെ പ്രശസ്തമായ ചോദ്യമാണ്. ഇത് എപ്പോഴും ചോദിക്കും. ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യ പിളർപ്പ് നടന്ന് സൂററ്റ് പിളർപ്പാണ് 1907. അടുത്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 25, ഹോം റൂൾ മൂവ്മെന്റ്സ് ലെഡ് ബൈ. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ആരല്ല? ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ്. 2 പേരുണ്ട്. ആനി ബെസന്റ് ഇന്ത്യക്കാരി അല്ലായിരുന്നു, വിദേശിയായിരുന്നു. അത് ശ്രദ്ധിക്കുക. 2 പേർ കൂടിയാണ്. ആദ്യം ഹോം റൂൾ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കാം. എങ്കിലും ഇവർ 2 പേരുമാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത്. ഇതിനെക്കുറിച്ച് ഒരു ചെറിയ നിങ്ങൾ നോക്കുക, ചെറിയ കാര്യങ്ങൾ. തിലക് ഫൗണ്ടഡ് ദി ഫസ്റ്റ് ഹോം റൂൾ ലീഗ് അറ്റ് ദി ബോംബെ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് അറ്റ് ബെൽഗാം ഇൻ ഏപ്രിൽ 1960. ആദ്യ ഹോം റൂൾ പ്രസ്ഥാനം തിലകൻ 1916 ഏപ്രിലിൽ ബോംബെയിൽ ആരംഭിക്കുന്നു. ആദ്യ ഹോം റൂൾ പ്രസ്ഥാനം എന്നാണെന്ന് ഡേറ്റ് ഉണ്ട്. 1916 ഏപ്രിലിൽ. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. ഹോം റൂൾ പ്രസ്ഥാനം തിലകനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 1916 ഏപ്രിലിൽ ബോംബെയിൽ. അടുത്തത് ആനി ബെസന്റ് വിദേശിയാണെന്ന് ഞാൻ പറഞ്ഞു. അവർ വിദേശത്ത് നിന്ന് വന്നാണ്. സെക്കൻഡ് ഹോം റൂൾ ലീഗ് അവർ സ്ഥാപിക്കുന്നത് എവിടെയാണ്? തുടർന്ന് രണ്ടാമത്തേത് അടയാർ. അത് ശ്രദ്ധിക്കുക. മദ്രാസിലെ അടയാറിലാണ് 1916 സെപ്റ്റംബറിൽ അവർ സ്ഥാപിക്കുന്നത്. അതായത് ഒരു 6 മാസം, തിലകൻ കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ആനി ബെസന്റ് വന്ന് മറ്റൊരു ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. ഇവർ 2 പേരും ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ നേറ്റീവ് പ്ലേസ് ഓഫ് ആനി ബെസന്റ്, ദ ഫൗണ്ടർ ഓഫ് ഹോം റൂൾ മൂവ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ആനി ബെസന്റ് ഇന്ത്യക്കാരിയല്ല. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനത്തെ സ്ഥാപിക ആനി ബെസന്റിന്റെ ജന്മസ്ഥലം ഏതാണ്? ആനി ബെസന്റിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണോ, സ്വിറ്റ്സർലൻഡാണോ, അയർലൻഡാണോ, നെതർലൻഡാണോ? ഏതാണ്? അയർലൻഡാണ്. ആനി ബെസന്റിന്റെ ജന്മസ്ഥലം ഏതാണ്? അയർലൻഡ്. ശ്രദ്ധിക്കുക. ആനി ബെസന്റിന്റെ ജന്മസ്ഥലം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അയർലൻഡാണ്.
അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 27. ഇൻ വിച്ച് കോൺഗ്രസ് സെഷൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ്സ് വർ റീയൂണിറ്റഡ്? ഇവിടെ ശ്രദ്ധിക്കുക, 1907 സൂററ്റിൽ വെച്ച് കോൺഗ്രസ് രണ്ടായി പിളർന്നെങ്കിൽ ഇവിടെ നോക്കുക, ഇൻ വിച്ച് കോൺഗ്രസ് സെഷൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ്സ് വെർ റീയൂണിറ്റഡ്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് അവർ പ്രവർത്തിക്കാൻ തീരുമാനിച്ച് ഒന്നിച്ചത്? ഏത് കോൺഗ്രസ് സെഷനിലാണ്? അത് വളരെ പ്രധാനപ്പെട്ടാണ്. 1907 സൂററ്റ് പിളർന്നു, ഇവിടെ ഒന്നിക്കുന്നു. ഏതാണ്? 1916 ലക്നൗ സെഷനിലാണ് ഒന്നിക്കുന്നത്. 1916 ലക്നൗ സെഷൻസ്. അവിടെ നോക്കുക, ഏത് ലക്നൗ പാക്ട് എന്നറിയപ്പെടുന്ന സന്ധി പ്രകാരമാണ് ഇവർ ഒന്നിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇത് ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. വിത്ത് റെഫറൻസ് ടു ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഗിവൺ ഇവൻറ്റ്സ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെ ശരിയായ രീതിയിൽ കാലഗണനക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ഏത്? ഇവിടെ നോക്കുക, ആദ്യം നടന്നത് ഏത്? ഈ കാലഗണന ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാമെങ്കിലും ആദ്യം നടന്ന സംഭവങ്ങൾ ആദ്യം എഴുതുക, തുടർന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് ഏതാ? 3 സംഭവങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷന് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ലക്നൗ പാക്ട്, സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ബംഗാൾ വിഭജനവും ലക്നൗ സന്ധി, കോൺഗ്രസിന്റെ സൂററ്റ് പിളർപ്പ്. അപ്പോൾ നമ്മൾ ഇതിന്റെ വർഷങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അടുത്ത് നോക്കുക, രണ്ടാമത്തേത് പറഞ്ഞേക്കുന്നത് ബംഗാൾ വിഭജനം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ്, ലക്നൗ പാക്ട്. അത് ബംഗാൾ വിഭജനം, കോൺഗ്രസിന്റെ സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ പിളർപ്പ്, അല്ലെങ്കിൽ ലക്നൗ സന്ധി. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ്. മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ലക്നൗ പാക്ട്. കോൺഗ്രസിന്റെ സൂററ്റ് പിളർപ്പ്, ബംഗാൾ വിഭജനം, ലക്നൗ സന്ധി. നാലാമത്തെ നോക്കുക, സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ്, ലക്നൗ പാക്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. കോൺഗ്രസിന്റെ സൂററ്റ് പിളർപ്പ്, ലക്നൗ സന്ധി, ബംഗാൾ വിഭജനം. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ നമുക്കിതിൻ്റെ വർഷങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൽ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാഠത്തിൽ നിന്നുള്ള വർഷങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം. ഒന്ന് ശ്രദ്ധിക്കുക, അതിനകത്ത് പാർട്ടീഷൻ ഓഫ് ബംഗാളാണ് ആദ്യം നടന്ന സംഭവം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ അതെന്നാണ് നടന്നത്? 1905. അടുത്തത് സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ്. കോൺഗ്രസ് രണ്ടായി പിളർന്നു ആദ്യമായിട്ട്. അതെന്നാണ്? 1907. അടുത്ത ലക്നൗ പാക്ട്, ഇത് ഒന്നിക്കുന്നതാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഇപ്പോൾ ഒന്നിക്കുന്ന ആ സന്ധി ഏതാണ്? ലക്നൗ പാക്ട്, 1916. അപ്പോൾ ഇത് ഏതാണ് ഇതിൻ്റെ ഓർഡർ? കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ തുടങ്ങി എവിടെ നിന്ന് ആദ്യം നടന്ന സംഭവത്തിൽ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഇത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ്, അതേപോലെ ലക്നൗ പാക്ട്. ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മാർക്കുകൾ കൃത്യമായ വർഷങ്ങൾ എഴുതി പഠിക്കുക. നമുക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. US സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ ബെല്ലൈക്കണ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോസുകൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും.